ഹായ് എവ്രി വൺ PYQ ഡിസ്കഷൻ സീരീസിൻ്റെ പാർട്ട് 5 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81 to 100. ഇതുവരെ നമ്മൾ 80 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സെഷൻ ഒന്ന് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് എൻട്രോപ്പി നോർമൽ ഹെക്സെയിൻ ബോയിൽ സെറ്റ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്രയാണ്? 68.7 എന്ന് തന്നിട്ടുണ്ട്. അറ്റ് 1 bar പ്രഷർ. മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 28850 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ബൈ ടെമ്പറേച്ചർ. ഈ റിലേഷൻ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? നമ്മുടെ ഗിബ്സ് ഫ്രീ ഇക്വേഷൻ ഇല്ലേ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്ക് ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ എസ് എന്തെഴുതാം? ഡെൽറ്റ എച്ച് ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ എന്ത് തന്നിട്ടുണ്ട്? 28850 എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്? 68.7 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 84.4 എന്ന് വരും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 82. അഗെയിൻ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വർക്ക് ഇഫ് 1 mole ഓഫ് an ഐഡിയൽ ഗ്യാസ് അറ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. പെട്ടെന്ന് തന്നെ കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. 300 കെൽവിൻ. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുക. ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഐസോതേർമലി എക്സ്പാൻസ് ഫ്രം വോളിയം എവിടെ നിന്ന് എവിടത്തേക്കാണ്? 10 ലിറ്റർ ടു 20 ലിറ്റർ. അപ്പോൾ വി ഇനീഷ്യൽ എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. വി ഫൈനൽ എന്ന് പറയുന്നത് 20 ലിറ്റർ ആണ്. കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? 1 atm. അങ്ങനെയാണെങ്കിൽ ജൂളിലാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് എങ്ങനെയായിരിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി എന്ന് വരും. പി എത്രയാണ്? -1 atm ആണ്. ഡി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 മൈനസ് 10 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? -10 ലിറ്റർ atm എന്ന് വരും. ബേസിക്കലി എന്താണ്? നമുക്ക് കൺവേർഷൻ അറിയണം, കാരണം ജൂളിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ കിലോ ജൂളിലാണ് ചോദിച്ചിരിക്കുന്നത്. 1 ലിറ്റർ atm എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 101.3 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? ഇതിനെ കൺവേർട്ട് ചെയ്താൽ വിൽ ഗെറ്റ് -1013 ജൂൾ എന്ന് കിട്ടും. നമ്മളോട് മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 1 കിലോ ജൂൾ ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. എന്തായിരിക്കും? 1 കിലോ ജൂൾ. ഓക്കെ, 83. ക്വസ്റ്റ്യൻ നമ്പർ 83. ദ ടേം ഫോർ ദി ആക്ടിവിറ്റി ഓഫ് ഗ്യാസ് വിച്ച് സെർവ്സ് ആസ് എ തെർമോഡൈനാമിക് കൗണ്ടർ പാർട്ട് ഓഫ് ഗ്യാസ് പ്രഷർ. എന്താണ്? ഫ്യുഗാസിറ്റി ആണ് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന ഫ്യുഗാസിറ്റി എന്ന് പറയുന്ന ടേമാണ്. യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 84. വാട്ട് പെർസെൻറ്റേജ് ഓഫ് റിയാക്റ്റൻറ്റ് വിൽ ബി ലെഫ്റ്റ്? എത്രത്തോളം ബാക്കി ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് 25 മിനിറ്റ്സ്, 25 മിനിറ്റിന് ശേഷം എത്ര റിയാക്റ്റൻറ്റ് ബാക്കി ഉണ്ടാകും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫ് എന്താണ്? ടി ഹാഫ് എത്രയാണ്? 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി ഇവരെന്താ പറയുന്നത്? 5 ടി ഹാഫ് കഴിഞ്ഞാൽ എത്രത്തോളം റിയാക്റ്റൻറ്റ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ലെറ്റ്സ് സേ 100% ആദ്യം ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും? ഒരു ടി ഹാഫ് കൊണ്ട് 50% റിയാക്ഷൻ എന്താവും? കംപ്ലീറ്റ് ആവും. ഓക്കെ, 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി ഒരു ടി ഹാഫും കൂടെ എടുക്കുകയാണെങ്കിലോ? യെസ്, ഒരു ടി ഹാഫ്, അതായത് 2 ടി ഹാഫ്. അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ പകുതി കൂടെ, അതായത് 75% റിയാക്ഷൻ എന്തായിരിക്കും? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 75% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി എത്രയായിരിക്കും റിയാക്റ്റൻ്റ് ഉണ്ടാകുക? 25% ആണല്ലേ? 25%. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. കാരണം 2 ടി ഹാഫ് കൊണ്ട് തന്നെ 25% മാത്രമേ എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആൻസർ എന്തായിരിക്കും? സി 3.1 ആയിരിക്കും. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 25 കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 12.5 ആയിരിക്കും. അതായത് 3 ടി ഹാഫ് കൊണ്ട് എന്തായിരിക്കും? 87.5% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ എത്രയായിരിക്കും? 3.1 ആയിരിക്കും ബാക്കി ഉണ്ടാകുക. ഒരൊറ്റ പോയിന്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു തരാം. അതായത്
ഒരു റിയാക്ഷനിൽ 10 ടി ഹാഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് 10 ടി ഹാഫ് ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 99.99% റിയാക്ഷനും എന്തായിരിക്കും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ലെഫ്റ്റ് ചെയ്തിരിക്കുന്നത് വെറും 0.01% മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 85. ദ പോസിബിൾ യൂണിറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം K(A)(n) ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും K എന്ന് പറയുന്നത് എന്തായിരിക്കും, ഞാൻ വേണമെങ്കിൽ ഡിറൈവ് ചെയ്ത് തരാം. റേറ്റ് ബൈ കോൺസെൻട്രേഷൻ റേസ് ടു n എന്ന് വരും. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് അല്ലേ. കോൺസെൻട്രേഷൻ ബൈ ടൈം, സോറി ദിസ് വിൽ ബി 1. റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലി എന്ത് എഴുതാം, കോൺസെൻട്രേഷൻ റേസ് ടു 1 - n സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ 1 - 2 സെക്കൻഡ് റേസ് ടു -1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് വിൽ ഗെറ്റ് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും, വിച്ച് ഇസ് അവർ ഓപ്ഷൻ ബി. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 86. അഗെയിൻ അറീനിയസ് ഇക്വേഷനിൽ നിന്നാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ അറീനിയസ് ഇക്വേഷൻ തന്നിട്ടുണ്ട് ദ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എ. അറീനിയസ് ഫാക്ടർ എ എന്ന് പറയുന്നത് എന്താണ്, അറീനിയസ് ഫാക്ടർ ആണ് അല്ലേ. ഇതിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി എക്സ്പോണൻഷ്യൽ ഇതെന്താണ്, ഇതൊരു നമ്പർ ആണ് അല്ലേ. അതിന് യൂണിറ്റ് ഉണ്ടോ, ഇല്ല. അതായത് K is equal to A, അതായത് ആരുടെ യൂണിറ്റ് തന്നെയായിരിക്കും, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. യെസ്. 87. Which of the following is not an assumption in the derivation of Langmuir adsorption isotherm എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓൺലി എ മോണോലെയർ ഇസ് ഡെവലപ്ഡ്, കറക്റ്റ് ആണ്. അഡ്സോർബ്ഡ് ഗ്യാസ് ബിഹേവ് ആസ് ഐഡിയൽ, ഐഡിയൽ തന്നെയാണ്. അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾസ് ആർ ലോക്കലൈസ്ഡ്, കറക്റ്റ് ആണ്. നോക്കൂ, ദർ ഈസ് ലാറ്ററൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബേറ്റ് മോളിക്യൂൾസ്, അങ്ങനെയാണോ, അല്ല. നമ്മൾ അഡ്സോർബ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ് തമ്മിൽ അഡ്സോർബ്ഡ് molecules will have no interaction. അപ്പോൾ എന്തായിരിക്കും, ഒരു ഇൻട്രാക്ഷനും ഉണ്ടാവില്ല. ലാറ്ററൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 87 ഡി. 88. ദ മിക്കലസ് മെന്റൻ മെക്കാനിസം അക്കൗണ്ട്സ് ഫോർ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇതെന്താണ്, V0 എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്, റേറ്റ് ആണ് അല്ലേ. മോൾ പെർ സെക്കൻഡ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എസ് എന്താണ്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. വി മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം റേറ്റ് ആണ് അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, അക്കൗണ്ട് ഫോർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് അല്ലേ. റേറ്റ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 89. ദി എക്സ്പെരിമെൻ്റൽ എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ കണ്ടക്റ്റൻസ് വേഴ്സസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടക്റ്റൻസും അതേപോലെ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യലും വേഴ്സസ് പൊട്ടൻഷ്യൽ, ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് റിലേഷൻ ആയിരിക്കും, യെസ് വീൻസ് എഫക്റ്റ് ആയിരിക്കും. എന്താണ് ഡിബേ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് വേഴ്സസ് കോൺസെൻട്രേഷൻ ആണ് അല്ലേ. ഫാൽക്കൺ ഹാഗൻ എന്തായാലും അല്ല. വാൾട്ടൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കണ്ടക്റ്റൻസ് വേഴ്സസ് കണ്ടക്ടിവിറ്റി വേഴ്സസ് എന്തായിരിക്കും, വിസ്കോസിറ്റി ആണ് അല്ലേ. വിസ്കോസിറ്റി ആണ്. സോ നമ്മുടെ എന്തായിരിക്കും എഫക്റ്റ്, വീൻ എഫക്റ്റ് ആയിരിക്കും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. Now, question number 90. Calculate the ionic strength of 0.2 molar BaCl2. എങ്ങനെയാണ് അയോണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ഹാഫ് സിഗ്മ CiZi സ്ക്വയർ. CI എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ith അയോൺ. ഓക്കെ, ഈ ചോദ്യം മിക്കവാറും ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. Z എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ഓൺ അയോൺ. അപ്പോൾ BaCl2 ആണ്. BaCl2 എങ്ങനെ ഡിസോസിയേറ്റ് ആവും, Ba2+ 2Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്നത് 0.2 മോളാൽ സൊല്യൂഷനാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, 0.2 മോളാലായിരിക്കും. ഇവിടെ എന്തായിരിക്കും, 0.2 × 2 ആയിരിക്കും, വിച്ച് ഇസ് 0.4 മോളാൽ. ഓക്കെ, അപ്പോൾ ചാർജ് എത്രയാണ്, Z എത്രയാണ്, 2 ആണ്. ഇവിടെ Z എത്രയാണ്, 1 ആണ്, -1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. I is equal to ഹാഫ് എന്തായിരിക്കും, CiZi സ്ക്വയർ. CI ആദ്യം Ba2+ എടുക്കാം, 0.2
ഇൻറ്റു 2 പ്ലസ് വേറെ എന്താണ്, യെസ് 0.4 ഇൻറ്റു സി ഐ 0.4 സെഡ് ഐ സ്ക്വയർ. സെഡ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഹാഫ് ഇൻറ്റു 0.4 പ്ലസ് 0.4 എന്ത് വരും, യെസ് ദാറ്റ് വിൽ ബി, സോറി ദിസ് വിൽ ബി 2 സ്ക്വയർ ആണ് അല്ലേ, സി ഐ സെഡ് ഐ സ്ക്വയർ ആണ് അല്ലേ, 2 സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും, സോറി ദിസ് വിൽ ബി 0.4 ഇൻറ്റു 0.8 വരും പ്ലസ് 0.4 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി 1.2. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 0.6 എന്ന് വരും. അയണിക് സ്ട്രെങ്ത് എന്ത് വരും, യെസ് ദാറ്റ് വിൽ ബി 0.6, ഓപ്ഷൻ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 91, ദി മോളാർ അയണിക് കണ്ടക്ടൻസ് LIX തന്നിട്ടുണ്ട്, എത്രയാണ്, 90 ഇൻറ്റു 10⁻⁻⁴ ആണ്. 90 ഇൻറ്റു 10⁻⁻⁴ ആരെയാണ്, ലാംഡ ഇൻഫനൈറ്റ് ഡൈലൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് LIX. Li+ തന്നിട്ടുണ്ട്, എത്രയാണ്, യെസ് 30 ഇൻറ്റു 10⁻⁻⁴. ഇത് എന്ത് ലോ ആണ്, യെസ് കോളറാഷ്യസ് ലോ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹാലൈഡ് അയണിൻ്റെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കോളറാഷ്യസ് ലോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് കോളറാഷ്യസ് ലോ, യെസ് ലാംഡ M0 ഓഫ് LIX ഇസ് ഈക്വൽ ടു അവരുടെ ഇൻഡിവിജ്വൽ എന്തായിരിക്കും, കണ്ടക്റ്റൻസ് Li++ ലാംഡ M0 Cl-. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇത് 90 തന്നിട്ടുണ്ട്, ഇത് എത്ര തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസിലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സി, ഓപ്ഷൻ സി 60 ആയിരിക്കും നമ്മുടെ ആൻസർ. 91 സി. 92 നോക്കൂ, എ സിങ്ക് റോഡ് ഇസ് ഡിപ്ഡ്. നോക്കോളൂ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് സൊല്യൂഷനിലാണ്, യെസ് സിങ്ക് റോഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് സിങ്ക് റോഡ്. ഓക്കെ, ഏത് സൊല്യൂഷനാണ്, ZnSO4 സൊല്യൂഷനിലാണ്. ആൻഡ് ദ സോൾട്ട് അണ്ടർഗോസ് 100% ഡിസോസിയേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, സോൾട്ട് ഡിസോസിയേഷനിൽ അണ്ടർഗോ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ Zn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Zn2+ ആയിരിക്കും അല്ലേ. Zn2+ എന്ത് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്യുന്നു. 2+, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. Zn2+ + 2 ഇലക്ട്രോൺ ഗിവ്സ് വോട്ട്, Zn എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് ഇഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് -0.76. അപ്പോൾ എന്തായിരിക്കും, നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ. E₀ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് എന്ത് വരും, Zn ബൈ Zn2+. സോ ബേസിക്കലി ഇതെന്താണ്, സോളിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. E0 സെല്ല് തന്നിട്ടുണ്ട്, എത്രയാണ്, -0.76 ആണ്. -0.0591 ബൈ എന്തായിരിക്കും, n വാല്യൂ എത്രയാണ്, n വാല്യൂ 2 ആയിരിക്കും. n വാല്യൂ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ബൈ 2 ലോഗ് 1 ബൈ എന്താണ്, നമ്മളുടെ കോൺസെൻട്രേഷൻ 10⁻⁻1 ആണ്. മുകളിലോട്ട് വന്നാൽ എന്താവും, 10⁻1 ആകും. അപ്പോൾ ലോഗ് 10 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഗ് 10 എന്ന് എഴുതിയാൽ ബേസിക്കലി ഈ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവരുടെ വാല്യൂ എന്തായിരിക്കും, -0.76 കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അതെന്താണ്, -0.79 ആയിരിക്കും. എന്തുകൊണ്ടാണ്, -0.76 മൈനസ് ഒരു വാല്യൂ ആണ്. എന്തായാലും -0.79 ആയിരിക്കും ആൻസർ. ഓക്കെ, നൗ 93 അഗെയിൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. എന്താണ് കൊടുത്തിരിക്കുന്നത്, ആനോഡ് സെല്ല്, ആനോഡ് ഹാഫ് സെല്ല് Zn2+ ആണ് കൊടുത്തിരിക്കുന്നത്, 1 മോളാർ. ഇനി കാത്തോഡ് എന്തായിരിക്കും, Fe2+ + 2 ഇലക്ട്രോൺ എന്തായിരിക്കും, യെസ് ദാറ്റ് വിൽ ബി Fe. ഓക്കെ, നൗ ദിസ് വിൽ ബി 2 ഇലക്ട്രോൺ. അപ്പോൾ n വാല്യൂ എന്താണ്, 2 ആണ്. ഓക്കെ, അവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കൊടുത്തിട്ടുണ്ട്. ഇതെത്രയാണ്, -0.76 വോൾട്ടും ഇവിടെ എന്താണ്, +0.77 വോൾട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നേൺസ്റ്റ് ഇക്വേഷൻ എഗെയിൻ നമുക്ക് യൂസ് ചെയ്യാം. E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് എന്ത് വരും, Zn2+ Feയും ഇത് സോളിഡ് ആണ്, അതേപോലെ സിങ്കും എന്താണ്, സോളിഡ് ആണ്. ഇവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും, Zn2+ ബൈ എന്ത് വരും, Fe2+ എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, E0 സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കും, E0 സെൽ ഇസ് ഈക്വൽ ടു കാത്തോഡ് മൈനസ്
എന്ത് വരും? ആനോഡ്. ഇത് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. എന്തായിരിക്കും? -0.76 വോൾട്ടും കാത്തോഡിൻ്റെ എത്രയാണ്? കാത്തോഡിൻ്റെത് +0.77 വോൾട്ടാണ്. +0.77 വോൾട്ട് മൈനസ് ആനോഡിൻ്റെ എത്രയാണ്? -0.76 ആണ്. -0.76 വോൾട്ടാണ്. ഓക്കെ, ഇത് ഈ നെഗറ്റീവാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡാണ് -0.76. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ദാറ്റ് വിൽ ബി 0.77 പ്ലസ് എന്ത് വരും? 0.76 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി എന്ത് വരും? യെസ്, 1.53 വോൾട്ട് എന്ന് വരും. 1.53 വോൾട്ട്. ആൻഡ് നിങ്ങൾക്കറിയാം Zn2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1 ആണ്. ഇതും എന്താണ്? 1 ആണ്. ബേസിക്കലി ലോഗ് 1 ആയിരിക്കും. ലോഗ് 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ ടോട്ടൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ. ഇ സെൽ എന്തായിരിക്കും? E0 സെല്ലിൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. E0 സെല്ലിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1.53. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി. Question number 94. The standard electrode potential of Kuhn-Heidron electrode can be written as. എന്താണ് ഈ Kuhn-Heidron? നോക്കൂ, ഇതാണ് നമ്മുടെ ക്യുനോൺ. ഓക്കെ, ദിസ് ഇസ് അവർ ക്യുനോൺ. ഇവിടെ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ ഗിവ്സ്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ഹൈഡ്രോക്യുനോൺ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ക്യുനോൺ, ഇതാണ് ഹൈഡ്രോക്യുനോൺ. ഓക്കെ, അങ്ങനെയാണ് Kuhn-Heidron എന്ന് വരുന്നത്. ഇനി ഇവരുടെ E0 വാല്യൂ എത്രയാണ്? +0.6996 ആണ്. ഈ കാര്യം കൂടെ നിങ്ങൾ അറിയണം. എന്തിനാണ് ഇവരെ യൂസ് ചെയ്യുന്നത്? അതായത് അൺനോൺ സൊല്യൂഷനിൽ നമുക്കൊരു അൺനോൺ സൊല്യൂഷൻ കിട്ടി, അതിൽ എത്രയാണ് pH കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇലക്ട്രോഡ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. ഇത് ആക്ച്വലി ഈ ഇലക്ട്രോൺ ആണ് കേട്ടോ. ദിസ് ഈസ് ദി E0 വാല്യൂ. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി -0.0591 ആയിരിക്കും. ഇവിടെ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ പോലെ ഡിവൈഡഡ് ബൈ n ഉണ്ടാവത്തില്ല കേട്ടോ. 0. ഇങ്ങനെ ഇവിടെ n ഉണ്ടാവത്തില്ലേ? 2 ആണോ എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇവിടെ 2 ഉണ്ടാവത്തില്ല. നമ്മളത് ഇക്വേഷനിൽ കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത് മിസ്റ്റേക്ക് അല്ല, ഇത് കറക്റ്റ് തന്നെയാണ്. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നേൺസ് ഇക്വേഷൻ പ്രകാരം n വേണ്ടേ 2 അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് റോങ് അല്ല, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ബി. നൗ ഇൻ ദി റൊട്ടേഷണൽ, ഇഫ് ദ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എത്രയാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3.8 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ പൊസിഷൻ ഓഫ് ഫസ്റ്റ് റൊട്ടേഷണൽ ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? 2B ആയിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് റൊട്ടേഷണൽ ലൈൻ, റൊട്ടേഷണൽ സ്പെക്ട്രം ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തായിരിക്കും? 2B. 2 × 3.8 എന്ന് വരും, 7.6 എന്ന് വരും. ഓപ്ഷൻ സി. Now, question number 97. In the vibrational Raman spectrum, separation of each line from the center of the excitation line എന്താണ്? Raman active എന്താണ്? ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ അല്ലേ? ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയുന്നത്. 97D. Question number 99. In a 60 MHz ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 60 MHz ആണ്. കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ 2 ppm എന്നും തന്നിട്ടുണ്ട്. ഫ്രം TMS is equivalent to എത്രയാണ് ഷിഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു, കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഷിഫ്റ്റ് ഫ്രം TMS ഡിവൈഡഡ് ബൈ, ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രോമീറ്റർ ഇൻ മെഗാഹെർട്സ് ആണ് കേട്ടോ. മെഗാഹെർട്സ്. ഇതെന്തിലായിരിക്കും കിട്ടുക? നമുക്ക് ppm നമുക്ക് കിട്ടുക കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഷിഫ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് ഫ്രം TMS വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എത്രയാണ് തന്നിരിക്കുന്നത്? 60 MHz ആണ്. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ 60 × 2 എന്ത് വരും? 120 എന്ന് നമുക്ക് ഈസിലി ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ. The number of lines in EPR spectrum of C12F2H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? എഫിൻ്റെ വാല്യൂ, ഐ വാല്യൂ എത്രയാണ്? 1/2 ആണ്.
എച്ചിൻ്റെതും എന്താണ് ഐ വാല്യൂ 1/2 ആണ്. നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? യെസ്, 2 നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു 2ni പ്ലസ് 1 ആണ്. ഇവിടെ 2 പേരുണ്ട് അല്ലേ, ഫ്ലൂറിനുണ്ട് അതേപോലെ ഹൈഡ്രജനും ഉണ്ട്. 2ni പ്ലസ് 1 ആണ്. അങ്ങനെയാകുമ്പോൾ എത്ര ഫ്ലൂറിനുണ്ട്? യെസ്, 2 ഇൻറ്റു 2 ഐ വാല്യൂ എത്രയാണ്? 1/2 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 2 ഇൻറ്റു എച്ച് ഒന്നാണ് 1/2 പ്ലസ് 1 എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയാകുമ്പോൾ ഇത് എത്രയായിരിക്കും? യെസ്, ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 3 ഇൻറ്റു 2 വരും. 3 ഇൻറ്റു 2 എത്ര വരും? 6 ലൈൻസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.